ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ്. അപ്പം ഹൻസിലേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീട് നിൽക്കുന്ന നല്ല അടിപൊളിയൊരു സ്ഥലത്താണ്. കാര്യം സിനിമയിലൊക്കെ കാണുന്ന പോലെ ഏലക്കാത്തോട്ടത്തിന് നടുക്കൂടെയാണ് ഇവിടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം വാഹനങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ഫാമുണ്ട്. അതിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സും അങ്ങനെ കുറേ നല്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഒന്ന് റെഡിയായി. ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ ബൈസൺ വാലിയിൽ ഇന്ദ്രിയ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാർക്കിലേക്ക് വന്നപ്പോൾ മനസ്സിലായത് ഒരുപാട് നല്ല അടിപൊളി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യം കയറിയ സാധനം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു ഐറ്റമായിരുന്നു. കാര്യം നല്ല പോലെ ഞാൻ വിറച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷം നമ്മൾ നേരെ പോയെന്ന് വെച്ചാൽ സിപ്പ് ലൈനിലേക്കായിരുന്നു. ഇവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ ആയിരുന്നു. അതിനുശേഷം സിപ്പ് ലൈനിൽ കയറി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാര്യം അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ആദ്യത്തെ റൈഡിനെ അപേക്ഷിച്ച് അടിപൊളിയായിരുന്നു. അതിനുശേഷമുള്ള റൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ സൈക്കിളായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ നടുക്ക് വശം എത്തുമ്പോൾ നമുക്ക് ചെറിയ ഭയം തോന്നുമെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സേഫായിട്ട് പോയിട്ട് വരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. കാര്യം സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതിനെക്കാട്ടി കൂടുതൽ ഞങ്ങൾ ഒരു ടൈം സ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പാർക്കിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം താഴത്ത് ഒരു ഗുഹയുണ്ട്. ഇങ്ങനൊരു പാർക്കിൽ ഇതുപോലുള്ള ഒരു ഗുഹയുണ്ടെന്ന് ഞങ്ങൾ തീരെ കരുതിയിരുന്നില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെന്ന് പറയുന്നത്. ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡ് നമുക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ പറയും. ഗുഹയിൽ നിന്ന് നമ്മൾ പോയെന്ന് വെച്ചാൽ വാട്ടർ പാർക്കിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുവരെ ബൈ ബൈ.